ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. വൈകിട്ട് 5 മണിവരെ 57.70% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് ഉൾപ്പെടെ പ്രമുഖ ദേശീയ നേതാക്കളെല്ലാം വോട്ട് രേഖപ്പെടുത്തി. ശനിയാഴ്ചയാണ് ഫലപ്രഖ്യാപനം. രാജ്യതലസ്ഥാനം ജനവിധി എഴുതി. ചൂടും വാശിയുമേറിയ പോരാട്ടത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലായിരുന്നെങ്കിലും ഉച്ചയോടെ സജീവമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, CPIM നേതാക്കളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രി അതിഷിയടക്കം പ്രമുഖരെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തതാണ് ദില്ലിയിലെ പ്രശ്നമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ദില്ലിയിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ദുരന്തം വരാതിരിക്കാനാണ് തന്റെ വോട്ടെന്നും ബൃന്ദ കാരാട്ടും പ്രതികരിച്ചു. Main problem issue is an elected government in Delhi was not allowed to function by the BJP and the central government. So we want to assert that people of Delhi have the right to elect a government, and that government must be allowed to freely function, not being controlled or run by the central government and the BJP. आज मैंने वोट दिया है दिल्ली को डबल इंजन डिजास्टर से बचाने के लिए. ദില്ലി സീലംപൂർ മണ്ഡലത്തിൽ ബുർഖ ധരിച്ചെത്തി കള്ളവോട്ട് നടന്നുവെന്ന് BJP ആരോപിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് രാജ്യതലസ്ഥാനം ജനവിധി എഴുതിയത്. നഗരമേഖലയേക്കാൾ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്തു. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേള നടക്കുന്ന UP പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. ഏതു വിധേനയും അധികാരം തിരിച്ചുപിടിക്കാനുള്ള പ്രചരണത്തിലായിരുന്നു BJP. 4ാം തവണയും അധികാരം നിലനിർത്താൻ ഭരണ നേട്ടങ്ങളും ആനുകൂല്യങ്ങളും എണ്ണിപ്പറഞ്ഞായിരുന്നു ആം ആദ്മിയുടെ പ്രചരണം. അതേസമയം കോൺഗ്രസിന് ഇത്തവണയും പ്രചരണ ഘട്ടങ്ങളിൽ പോലും വലിയ തരംഗമാകാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയം. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം പോളിംഗ് ബൂത്തുകളിൽ പ്രതിഫലിക്കുമോ എന്നാണ് എല്ലാ മുന്നണികളും ഉറ്റുനോക്കുന്നത്. CB ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.